ഗുഡ് ഈവനിംഗ്, നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ലോകത്തെ വെല്ലുവിളിക്കുകയാണ് ഇസ്രായേൽ. മനുഷ്യരെ പച്ചയ്ക്ക് കത്തിക്കുന്ന ക്രൂരത ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇടപെടുന്നു. എന്നിട്ടും ഇസ്രായേലിന് ഒരു കുലുക്കവുമില്ല. ആ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് റഫേൽ ക്രൂരമായ ആക്രമണം അയച്ചുവിടുന്നത്. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് വെന്തു മരിച്ചത്. റഫേലിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചിത്രം ചാരത്തിൽ മനുഷ്യ ശരീരം തിരയുന്ന മനുഷ്യരുടേതായിരുന്നു. കൂടുതൽ രാജ്യങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു, ഇസ്രായേലിനെ തള്ളിപ്പറയുന്നു. പക്ഷേ ഇസ്രായേലിന് ഒരു കുലുക്കവുമില്ല. യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഇസ്രായേലിനെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അജിംസ്, ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെട്ടോ ഈ സംഭവത്തിന് ശേഷം? നമ്മൾ ഈ ഒക്ടോബർ 7 സംഭവത്തിന് ശേഷം ഇത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് 2024 പോലും അവസാനിക്കാൻ പോകുന്ന ഒരു സംഘർഷമല്ല. അതിൻ്റെ സൂചനയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ICJയുടെ ഒരു വാണിംഗ് എന്നല്ല, അവിടെ റഫേൽ ആക്രമണം നടത്തരുത് എന്നൊരു വിധി തന്നെയാണ് വന്നിട്ടുള്ളത് ICJയുടെ. അപ്പോൾ അതിനെ ലംഘിക്കാം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാകാം? അങ്ങനെയുണ്ടല്ലോ, അതിനെ ലംഘിച്ച് കളയാം. അതിന് ലംഘിച്ചാൽ വലിയ സംഭവമൊന്നും ഉണ്ടാവുന്നല്ല അപ്പോൾ പറയുന്നത്. ഇപ്പോൾ ICJയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ, ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഒരു ഉപരോധം ഇസ്രായേലിന് മേൽ ഏർപ്പെടുത്താൻ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ICCയിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഇസ്രായേലിനെ യുദ്ധക്കുറ്റത്തിനൊക്കെ കൺവിക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഡിപ്ലോമാറ്റിക്കലി ഒറ്റപ്പെടുക മാത്രമല്ല, ഒരു കുറ്റവാളിയായ ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാർ ലോകത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ പോലും ഈ യുദ്ധം തുടർന്ന് കളയാം എന്നവർ തീരുമാനിക്കുന്നത് വെച്ചാൽ അതൊരു അവരുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസാണ്. ഒരു രാജ്യം എന്ന നിലയിൽ ഇസ്രായേൽ നിലനിൽക്കില്ല എന്ന ഭയം ആ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവന്മാർക്കുണ്ട്, അവിടെ പൗരന്മാർക്ക് അതിൽ കൂടുതലുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനി എന്താണ് ഒരു മരണവെപ്രാളത്തോടെ അവർ കാട്ടിക്കൂട്ടുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം ഇസ്രായേൽ നാളെ ഇല്ലാതാകാൻ പോകുകയാണെന്നല്ല ഞാൻ പറയുന്നത്. അവരെ സംബന്ധിച്ച് മുമ്പിൽ വേറെ ഒരു വഴിയുമില്ല. അവരൊറ്റപ്പെട്ട് കഴിഞ്ഞു. ഒറ്റപ്പെടൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ഇസ്രായേൽ എന്നിട്ടും ഇത്രയും ഒറ്റപ്പെട്ട് നിലനിൽക്കുന്നു ചോദിച്ചാൽ അമേരിക്ക പോലൊരു വലിയ ശക്തി അവരോടൊപ്പം ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഇപ്പം തന്നെ നോക്കുക, 3 രാജ്യങ്ങൾ ഇസ്രായേലിന് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ അംഗീകാരത്തിന് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ അവർ അംഗീകരിച്ചുകൊണ്ട് നാളെ ഫലസ്തീൻ യാഥാർത്ഥ്യമാവുക അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഈ 3 യൂറോപ്യൻ രാജ്യങ്ങളാണ് എന്നുള്ളതാണ്. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ പൊതുവെ ഇസ്രായേലിനോടൊപ്പം നിൽക്കലാണ് പതിവ്. അത് പരമ്പരാഗതമായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ 3 രാജ്യങ്ങൾക്ക് പ്രത്യേകത ഉണ്ടെന്ന്. സ്പെയിൻ, അയർലൻഡ്, നോർവേ സംബന്ധിച്ച് നോർവേ ഇൻ്റർനാഷണൽ കോൺഫ്ലിക്ട്സിലെല്ലാം ഒരുതരം മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്ന ഒരു രാജ്യമാണ്. എല്ലായിടത്തും ഇപ്പോൾ LTT ശ്രീലങ്കൻ സർക്കാർ തമ്മിലുള്ള മധ്യസ്ഥ ചർച്ച അവരുടെ മധ്യസ്ഥതയിലാണ് നടന്നത്. പിന്നെ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ തന്നെ ഓസ്ലോ കരാർ രൂപപ്പെട്ടത് നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിലാണ്, അവരുടെ മധ്യസ്ഥതയിലാണ് നടന്നത്. അപ്പോൾ നോർവേ പൊതുവെ ഒരു മധ്യസ്ഥൻ്റെ റോൾ, ഇൻ്റർനാഷണൽ കോൺഫ്ലിക്ട്സിൽ മധ്യസ്ഥൻ്റെ റോളുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് അവരുടെ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം, ദ്വിരാഷ്ട്ര സിദ്ധാന്തം അവരുടെ ഫോറിൻ പോളിസിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അംഗീകരിച്ചു. സ്പെയിൻ നമുക്കറിയാം, സ്പെയിൻ ഒരു പഴയ കൊളോണിയൽ രാജ്യമാണ്. എന്നിട്ട് പോലും സ്പെയിനിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ്, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ പല മന്ത്രിമാരുടെയും സമ്മർദ്ദം, അതാണ് ആ രാജ്യത്തിൻ്റെ ഈ ഫലസ്തീൻ അംഗീകരിക്കുക എന്നുള്ള ഒരു പോളിസി രൂപപ്പെട്ടത്. 3ാമത്തെ രാജ്യം, അത് പ്രത്യേകമായി എടുത്തു പറയേണ്ട രാജ്യമാണ് അയർലൻഡ്. കാരണം അയർലൻഡിൻ്റെയും ഫലസ്തീൻ്റെയും ചരിത്രത്തിന് ചില സാമ്യതകളുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ അയർലൻഡ് ഒരു കാലത്ത് ഇംഗ്ലണ്ടിൻ്റെ കോളനിയായിരുന്നു. അതായത് ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു. ഇംഗ്ലണ്ടിൽ ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു. അപ്പോൾ ഈ ബ്രിട്ടൻ്റെ കോളനി ആവുക എന്നുള്ളത്, ഒരു കാലത്ത് ബ്രിട്ടൻ സൂര്യാസ്തമിക്കാത്ത സാമ്രാജ്യമാണ്, നമുക്കറിയാം. ഈ ബ്രിട്ടൻ്റെ കോളനി ആയിരുന്ന അയർലൻഡ് ആ സമയത്ത് തന്നെ ഇവിടെ ഈ പറയുന്ന ഫലസ്തീനും ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു. കാരണം 1ാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ഈ ഒട്ടോമൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി അതിനുശേഷം ലോകശക്തികൾ നടത്തിയൊരു കരാറിൻ്റെ ഭാഗമായി ബ്രിട്ടൻ്റെ അധീനതയിൽ വന്ന ഭൂപ്രദേശമാണ് ഫലസ്തീൻ. 1917 ആർതർ ജെയിംസ് ബാൽഫർ എന്ന് പറയുന്ന അന്നത്തെ ബ്രിട്ടൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഒരു പ്രഖ്യാപനമാണ് എന്ത്, ഈ ഇസ്രായേൽ എന്ന രാജ്യം രൂപപ്പെടാനുള്ള കാരണം. അപ്പോൾ അങ്ങനെ ബ്രിട്ടൻ എവിടെയൊക്കെ കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ടോ ആ കോളനികളിൽ നിന്ന് പിൻവാങ്ങുന്നതെല്ലാം പുതിയ പ്രശ്നങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടാണ്. എല്ലായിടത്തും അവരെവിടെയൊക്കെ കോളനി സ്ഥാപിച്ചിട്ടുണ്ടോ, ഇപ്പോൾ ഇന്ത്യയിൽ അവർ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന 2 രാജ്യം ഉണ്ടാക്കി. ഒരിക്കലും ഉണങ്ങാത്ത മുറിവ് ഈ ഭൂഖണ്ഡത്തിലുണ്ടാക്കി. ഫലസ്തീനിൽ നിന്ന് അവർ പിൻവാങ്ങുന്നു. അങ്ങനെ തന്നെയാണ് ഫലസ്തീനിൽ ഇസ്രായേൽ എന്നൊരു പുതിയ രാജ്യം രൂപപ്പെടുത്തി. അതും ഈ ചരിത്രത്തിൽ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് അവിടെ ഉണ്ടാക്കി വെച്ചു. അവർ അയർലൻഡിന് അധിനിവേശം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അയർലൻഡ് ചരിത്രപരമായും ഭാഷാപരമായും സാംസ്കാരികമായും ഈ ഇംഗ്ലണ്ടിൽ നിന്ന്, മെയിൻലാൻഡ് ഇംഗ്ലണ്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു
പ്രദേശമാണ്. അവരവിടെ ആ ഭൂപ്രദേശത്ത് കീഴടക്കി വെച്ചു. അതിനെതിരെ വലിയ തോതിലുള്ള സ്വാതന്ത്ര്യ സമരം അവിടെ നിന്നുണ്ടായി. ആ സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുമ്പോൾ പോലും അവരതിനെ എങ്ങനെയാണ് പരിഹരിച്ചതെന്നറിയോ? ഒരു 5-6 കൗണ്ടികൾ, മീൻസ് പ്രവിശ്യകൾ മാത്രം ഒഴിവാക്കി ബാക്കി ഭാഗത്ത് സ്വാതന്ത്ര്യം കൊടുത്തു. അത് ഇന്ന് നാം അയർലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലത്തിൻ്റെ ഒരു 5-6 ഒരു 1/3 ഭാഗമെങ്കിലും ഇന്ന് ബ്രിട്ടൻ്റെ ഒപ്പമാണ്. നോർത്തേൺ അയർലൻഡ് എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ അധീനതയിലാണ് ഇപ്പോഴും. ഒന്ന് ആലോചിച്ച് നോക്കുക, 2 വ്യത്യസ്ത സംസ്കാരം. അത് അയർലൻഡിലെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ UK എന്നറിയപ്പെടുന്ന രാജ്യത്തിൽ ഇപ്പോൾ വെയിൽസ് എന്ന് പറയുന്നൊരു രാജ്യം ഈ UKയുടെ ഭാഗമാണ്. വെയിൽസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഇംഗ്ലീഷ് പോലും അവർക്ക് അറിയില്ല. വെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഭൂപ്രദേശത്തിൽ അവർക്ക് ഇംഗ്ലീഷ് പോലും പറയാറില്ല. അവർ വെൽഷ് ഭാഷയാണ് സംസാരിക്കുന്നത്. കൾച്ചറലി എല്ലാം ഡിഫറെൻ്റാണ്. അവരിപ്പോഴും പൂർണ്ണമായും ഈ UK ഇഴുകി ചേർന്നിട്ടില്ല. അപ്പോൾ ചാൾസ് രാജകുമാരൻ ഈ വെയിൽസിൻ്റെ രാജകുമാരനായിട്ടാണ്, പ്രിൻസസ് ഓഫ് വെയിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കുറേ നാൾ അവിടെ പഠിക്കാൻ പോകുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് നേരിടേണ്ടി വരുന്ന രാഷ്ട്രീയമായ എതിർപ്പുകളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അയർലൻഡിനെ സംബന്ധിച്ച് അയർലൻഡിൽ അതിശക്തമായ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു ബ്രിട്ടനെതിരെ. അതിനുശേഷം അവർ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ പോലും കുറച്ച് ഭാഗം അവർ പിടിച്ചു. ഇപ്പോൾ നോർത്തേൺ അയർലൻഡ് എന്ന് പറയുന്ന ഭാഗം ബ്രിട്ടൻ്റെ ഭാഗമാണ്. ഈ ഒരു സിമിലാരിറ്റി, ഫലസ്തീനും അയർലൻഡും തമ്മിലുള്ള സിമിലാരിറ്റി കൊണ്ട് തന്നെ ഈ ഇസ്രായേൽ രാജ്യം രൂപപ്പെടുമ്പോൾ അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഈ ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ കാലത്ത് യഹൂദന്മാർ അനുഭവിച്ച ആ പീഡനത്തോട് അനുഭവം ഉണ്ടായിരിക്കെ തന്നെ ഇസ്രായേൽ രാജ്യം രൂപപ്പെടുന്നതോടുകൂടി ഐറിഷ് ജനത പൂർണ്ണമായും ഫലസ്തീൻ കോസ്റ്റിനോടൊപ്പം നിന്നവരാണ്. അവരെ സംബന്ധിച്ച് അതൊരു ഒരു സഹോദര രാജ്യത്തോടുള്ള സോളിഡാരിറ്റി പ്രഖ്യാപനമായിട്ടാണ് ഇപ്പോഴത്തെ അംഗീകാരത്തെ കാണുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 രാജ്യങ്ങൾ പ്രഖ്യാപിച്ചു എന്നുള്ളത്. ഈ പ്രഖ്യാപിക്കാത്ത രാജ്യങ്ങൾ, ഫലസ്തീൻ അംഗീകരിക്കാത്ത രാജ്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ രാജ്യങ്ങളൊക്കെയും ഏതെങ്കിലും തരത്തിലുള്ള കോളനി രാജ്യങ്ങളാണ്. ഈ കോളനി രാജ്യങ്ങളായതുകൊണ്ടാണ് അവർ ഈ സ്വതന്ത്ര ഫലസ്തീൻ അംഗീകരിക്കാത്തത്. അതേസമയം അങ്ങനെ ഒരു കൊളോണിയൽ പാരമ്പര്യമില്ലാത്ത രാജ്യങ്ങളൊക്കെ ഫലസ്തീൻ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഷിഫ്റ്റാണ്, ലോകരാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷിഫ്റ്റാണ്. ഫലസ്തീനോടൊപ്പം ഫലസ്തീനെതിരെ എന്ന് രാജ്യങ്ങൾ തിരിയാൻ പോവുകയാണ്. അതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങൾ, ഇപ്പം ലോകത്ത് 140ഓളം രാജ്യങ്ങൾ ഫലസ്തീൻ അംഗീകരിച്ചിട്ടുണ്ട്, ഇന്ത്യ ഉൾപ്പെടെ. പക്ഷേ ഇനി അംഗീകരിക്കാത്ത രാജ്യങ്ങൾ അത് ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു കൊളോണിയൽ പാസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ റഫേൽ നടക്കുന്ന കൂട്ടക്കുരുതി ഒരു 3-4 ലോക മഹായുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? കാരണം പല രീതിയിൽ, ഒന്ന് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രമേയം പാസ്സായിട്ടുണ്ട്, വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസ്സായിട്ടുണ്ട്. മറ്റൊന്ന് ICJയുടെ ഒരു വാണിംഗ് ഉണ്ട്, മറ്റൊന്ന് ICCയുടെ ഒരു കേസ് നടക്കുന്നുണ്ട്. ഇത്രയും സംഭവങ്ങളുണ്ടായിരിക്കെ അമേരിക്ക കൂടെയുണ്ട് എന്നൊരൊറ്റ ധൈര്യത്തിലാണ് ഇപ്പോഴും ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറാൻ, ഇത് ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഈ 2024 തന്നെ നടക്കുന്നതല്ല ഞാൻ പറയുന്നത്, അനധിവിദൂര ഭാവിയിൽ അതുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ കുറേ കൂടി ഇസ്രായേൽ ഒറ്റപ്പെടുക എന്നുള്ള, രേഷ്മ പറഞ്ഞ പോലെ ഇസ്രായേൽ ഒറ്റപ്പെടുക എന്നുള്ളത് മാത്രമല്ല, ഞാൻ പറയുന്നത് ഈ യുദ്ധം അവസാനിക്കുന്നത്, ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന പോലെ, മിഡിൽ ഈസ്റ്റിൽ ഈ പ്രദേശത്തിൻ്റെ ഭൂപടം മാറ്റി വരച്ചുകൊണ്ടായിരിക്കും. ഇസ്രായേൽ തുടക്കം മുതൽ തന്നെ പറയുന്നത് അവസാന ഹമാസ് പോരാളിയെയും ഇല്ലാതാക്കിക്കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ ബന്ദികളെ എല്ലാവരെയും മോചിപ്പിക്കുന്നു. പക്ഷേ നമുക്കറിയാം, ഓരോ ഘട്ടത്തിലും ഇസ്രായേൽ മുഖം രക്ഷിക്കാൻ ഇനി കുറച്ച് പേർ മാത്രം ബാക്കിയുള്ളൂ, ഞങ്ങൾ ലക്ഷ്യത്തിൻ്റെ അങ്ങേ അറ്റത്തെത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പക്ഷെ എത്ര ദൂരെയാണ് എന്നുള്ളത് നമുക്കറിയുകയും ചെയ്യും. ലോകത്തിന് മനസ്സിലായിട്ടുണ്ട് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞു എന്നുള്ളത്. ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അപ്പോൾ അതിൽ നിന്നുള്ളൊരു മുഖം രക്ഷിക്കാൻ വേണ്ടിയാണോ ഈ ഇത്രയും ക്രൂരമായ ആക്രമണം അയച്ചുവിടുന്നത്? ഈ റഫാ അതിർത്തിയിലൊക്കെ പല സ്ഥലത്തു നിന്ന് ജീവനും കൊണ്ട് ഓടി വന്ന മനുഷ്യരൊരു ഷീറ്റും മൂടി പായ വിരിച്ച് കിടക്കുന്ന ഇടമാണ്. അവിടെയാണ് ഇങ്ങനെ മനുഷ്യരെ വെന്ത് കൊലപാതകം ചെയ്യുന്നത്. രേഷ്മ, ഇതൊരു യുദ്ധമല്ല, ഇതൊരു സംഘർഷമല്ല, ഇതൊരു വംശഹത്യയാണ്. യുദ്ധം എന്ന നിലയ്ക്കൊന്നും ഇതിനെ കാണാൻ കഴിയില്ല. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യം അതിൻ്റെ സർവ്വശക്തിയും എടുത്ത് ഒരർത്ഥത്തിൽ നിരായുധരായ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകം മുഴുവൻ എതിർത്തിട്ടും ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടിയ ക്രൂരത തുടരുന്നത് എന്ന് ചോദിക്കാം. നമ്മളതിൻ്റെ പലതരം കാരണങ്ങൾ പലവട്ടം ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഒന്ന്, നെതന്യാഹുവിനെ പോലുള്ള നേതാവിന് അയാളുടെ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസ് ഒരു പ്രധാന കാര്യമായതുകൊണ്ട് അയാൾ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടാമത്, നേരത്തെ അജ്മസ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവിടുത്തെ പത്രങ്ങൾ തന്നെ അടുത്ത ഒരു 10 പതിറ്റാണ്ട് കടക്കുമ്പോൾ നമ്മുടെ രാജ്യമായി ഉണ്ടാകുമോ എന്ന ആശയക്കുഴപ്പം പങ്കുവെക്കുന്നു. അവിടുത്തെ ആളുകൾക്ക് ഒരുതരം ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വന്നു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആക്രമണം, അങ്ങനെ പല കാരണങ്ങൾ കാണാമെങ്കിലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും അവിടുത്തെ പട്ടാളവും അവിടുത്തെ സംവിധാനങ്ങളും അങ്ങേയറ്റം മനുഷ്യവിരുദ്ധമായ ഒരു സംഘമാണ്. നമ്മളതിനെ കുറച്ചുകൂടെ അതിൻ്റെ കോറിൽ പോയി കണ്ടാൽ അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതായത് നയതന്ത്രപരമായ കാരണത്തിൻ്റെ പേരിലോ നാഷണൽ സെക്യൂരിറ്റിയുടെ പേരിലോ ഒന്നും നടത്തുന്ന യുദ്ധമല്ല, ഇതൊരു തരം വെറിയാണ്.
ആ വെറി തീർക്കുകയാണ്. കൊന്നും ചോര ചിന്തയും അതിൽ ഉന്മാദിക്കുന്ന ഒരു മനുഷ്യവിരുദ്ധ സംഘമാണ് ആ രാഷ്ട്രം, ഒരു സിസ്റ്റം എന്ന നിലയ്ക്ക്. അത് നിങ്ങൾ കാണണമെങ്കിൽ അവിടുത്തെ പട്ടാളക്കാർ അവിടെ ഇൻവേഡ് ചെയ്തതിന് ശേഷം നടത്തുന്ന കോപ്രായങ്ങൾ കണ്ടാൽ മതി. ആളുകളുടെ വീട്ടിനകത്ത് കയറി റെയ്ഡ് ചെയ്തിട്ട് അവിടുത്തെ സ്ത്രീകളുടെ അവരുടെ അടിവസ്ത്രങ്ങൾ പോലും എടുത്ത് അണിഞ്ഞ് അത് വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് പരിഹസിക്കുന്ന, കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളിൽ ചോര തെറിപ്പിച്ച് അതെടുത്ത് കാണുന്ന, ഓരോ ദിവസവും മരിച്ച കുഞ്ഞുങ്ങളുടെ സോക്സ് എടുത്ത് അകത്തേക്ക് വലിച്ചെടുക്കുന്ന, എനിക്ക് ഒരു ദിവസം 10ഓ 15ഓ മരിച്ച കുഞ്ഞുങ്ങളുടെ സോക്സ് ആവശ്യമുണ്ടെന്ന് വീഡിയോയിൽ പറയുന്ന പട്ടാളക്കാരെ കാണുന്നു. ലോകത്ത് ഇത്രമേൽ വെറിയോടെ നോക്കൂ, ആ മേഖലയാകമാനം തകർത്ത് അവസാനത്തെ അഭയകേന്ദ്രത്തിൽ കിടക്കാൻ ടെൻ്റടിച്ച് അവരുടെ മേലെ ബോംബ് കൊണ്ടുവന്നിട്ട് ഒരു അച്ഛനെയും മകനെയും വേർപിരിക്കാൻ കഴിയാത്ത വിധം അവർ ഉരുകിച്ചേർന്ന് പോയി. അൽ ജസീറയുടെ റിപ്പോർട്ട് നിങ്ങൾ വായിക്കണം. അത്രമേൽ ഭയാനകമായ ആക്രമണം വീണ്ടും നടത്തുക എന്ന് വെച്ചാൽ അത് മനുഷ്യരാശിക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇത്ര കാലം പലവിധ കാരണങ്ങളാൽ ഇസ്രയേലിനെ പിന്തുണച്ചിരുന്ന, ഇസ്രയേലിനെ തള്ളിപ്പറയാൻ മടിച്ചിരുന്ന രാജ്യങ്ങൾ പോലും അസാധാരണമായ നടപടികളും തീരുമാനങ്ങളും എടുക്കുക. എന്തുകൊണ്ടാണത്? 3 രാജ്യങ്ങൾ ഫലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കുക എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുന്നില്ല. സാധാരണ നിലയ്ക്ക് മനസ്സുള്ളവർക്ക് സഹിക്കാൻ കഴിയില്ല. കേരളത്തിൽ പോലുമുള്ള ഒരു വിഷയത്തിലും സംസാരിക്കാത്ത ആളുകൾ, താരങ്ങളൊക്കെ ഇന്നിപ്പോൾ സ്റ്റോറി സ്റ്റാറ്റസിൽ കാണില്ലേ? അതൊരു കുഞ്ഞുള്ള ഒരാൾക്ക്, മനുഷ്യത്വത്തെക്കുറിച്ച് അല്പമെങ്കിലും വികാരമുള്ള ഒരാൾക്ക് മറ്റെല്ലാം മാറ്റിവെച്ച് പിന്തുണയ്ക്കാൻ കഴിയും. അപ്പോഴും ഒരു കൂട്ടർ മാത്രം അപ്പുറത്ത് നിൽക്കുക. അതാരാണ്? ഇസ്രയേലികൾ. അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളവും ഭക്ഷണവും കിട്ടാതെ അവിടുത്തെ കുഞ്ഞുങ്ങൾ നിലവിളിക്കുമ്പോൾ ഇസ്രയേലിലെ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് അറിയാമോ? അവർ വെള്ളം പാഴാക്കി കളയുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. നോക്കൂ, ഇഷ്ടം പോലെ വെള്ളം ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ ഫുഡുണ്ട്, അപ്പുറത്ത് അവർക്ക് വെള്ളമില്ലെന്ന് തോന്നുന്നു, കളിയാക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് അവിടുത്തെ പട്ടാളത്തിലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലും എല്ലാം. അതുകൊണ്ടാണ് ലോകം മുഴുവൻ എതിരെ നിന്നിട്ടും അവർ ആക്രമിക്കുന്നത്. രാജ്യമില്ലാതായി പോകുന്ന ഭയമൊന്നും ഒരു പരിധിക്കപ്പുറത്ത് അവിടുത്തെ ലീഡർഷിപ്പില്ല. കാരണം എന്താണ്? ലോകം അവരെ തള്ളിക്കളയാൻ പോകുന്നില്ല. ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ലോകക്രമത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അമേരിക്ക എന്തായാലും അവരുടെ കൂടെയുണ്ട്. അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനൊക്കെ എതിരായി പറയുമ്പോഴും ഡസൻ കണക്കിന് ആയുധങ്ങൾ, 100 കണക്കിന് ആയുധങ്ങൾ, കോടാനുകോടി ഡോളർ ഈ വംശഹത്യക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അത് അവരുടെ കോൺഫിഡൻസ് ആണ്. അതുകൊണ്ട് രാജ്യമില്ലാതായി പോവുക എന്നത് അവർക്ക് പേടിക്കേണ്ട ഒരു കാര്യമല്ല. ഫലസ്തീൻ രാഷ്ട്രം ഇപ്പോൾ ലോകം അങ്ങോട്ട് അംഗീകരിച്ച് ഉണ്ടാക്കി കൊടുക്കും ഇല്ലെന്ന് ഇസ്രായേലിനറിയാം. അത് സംഭവിക്കാനും പോകുന്നില്ല. സമീപ ഭാവിയിലെങ്ങും ഒരു ഫലസ്തീൻ രാഷ്ട്രം സർവ്വാവകാശങ്ങളോടുകൂടി ഉണ്ടാവാൻ പോകുന്നില്ല. അതിന് ഇനിയും കാലങ്ങളെടുക്കും. അതും ഇസ്രായേലിൻ്റെ കോൺഫിഡൻസ് ആണ്. പിന്നെ എന്താണ്? ക്രൂരമായ ഒരു വിനോദം ആടിത്തീർക്കണം അവരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റൊന്ന്, അവരെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യങ്ങളിലൊന്നാണ്, അതായത് ഈ ഫലസ്തീൻ മണ്ണ് പൂർണ്ണമായും ഇറേസ് ചെയ്യുക. അവിടെ ഒരാളും ഉണ്ടാവുമ്പോൾ കംപ്ലീറ്റ് ഒരു ജൂത രാഷ്ട്രമാക്കി മാറ്റുക എന്ന അവരുടെ സ്വപ്നമാണ്. ഒക്ടോബർ 7 ഈ ഹമാസ് ഓപ്പറേഷൻ അവരൊരു കാരണമാക്കി മാറ്റുകയും അതിവേഗത്തിൽ ആ നടപടി പൂർത്തിയാക്കുകയും ചെയ്താണ് നമ്മൾ കാണുന്നത്. അത് ഇസ്രയേലിൻ്റെ മനസ്സിലുള്ള വലിയൊരു പ്രോജക്റ്റ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ കാണുന്നത് പല ആൾക്കാരും പറയും ഇസ്രയേലിൻ്റെ ഹമാസിൽ നിന്നുള്ള സെക്യൂരിറ്റി പർപ്പസിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന റെയ്ഡുകളാണ്. ഇതൊന്നുമല്ല. ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ മനസ്സിലുള്ള സംഗതി ഇത് മുഴുവൻ കളഞ്ഞ് മൊത്തം ഞങ്ങളുടെ രാജ്യമാക്കുക. അതിനവർ ഒക്ടോബർ 7 കാരണമാക്കുക മാത്രമാണ്. ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ബന്ദികളെ വീണ്ടെടുക്കാത്ത പോലും അവരത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. കാരണം എന്താണ്? ആ കാരണത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി അവരുടെ രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ നിരാശ. ലോകം ഇത് കണ്ടു നിൽക്കുന്നല്ലോ എന്നുള്ളതാണ്. നീതിയെക്കുറിച്ച് അല്പമെങ്കിലും വിചാരമുള്ള മനുഷ്യർ, എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഇവിടെ, ആ സിസ്റ്റം നമുക്ക് നീതി കൊണ്ടുവന്ന് തരുമല്ലോ, നമുക്കൊരു അഭയകേന്ദ്രം ഉണ്ടല്ലോ, കോടതി ഉണ്ടല്ലോ, ലോക സമൂഹം ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാർക്ക് മുഴുവൻ നിരാശയാണ്. അവരെവിടെ പോയി അവസാനം? ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് പോലും ഒരു ഉത്തരവിറക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത് നടപ്പിലാക്കാൻ അതിന് പരിമിതിയുണ്ട്. ICJ ഇത് ചെയ്യരുതെന്ന് പറയാണ്. നിങ്ങൾ റഫ റൈഡ് നിർത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അത് നിർദ്ദേശമല്ല, ആവശ്യമാണ്. അവരുടെ അംഗീകരിക്കുന്നില്ല. UN സെക്യൂരിറ്റി കൗൺസിലിൽ വെടിനിർത്തലിന് വേണ്ടി ഒരു പ്രമേയം പാസ്സായി. UN സെക്യൂരിറ്റി കൗൺസിൽ എന്തുമാത്രം സീരിയസ് ആണ്, അത് പരിഗണിക്കുന്നില്ല. ജനീവ കൺവെൻഷനിൽ എന്തുമാത്രം സീരിയസ് ആയിട്ടുള്ള വ്യവസ്ഥകൾ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. യുദ്ധം ചെയ്യുമ്പോൾ, ആക്രമിക്കുമ്പോൾ ചെയ്യരുത്. 450 ആരോഗ്യ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തു. 750 ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. 200ഓളം ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. നിങ്ങൾ ഏത് യുദ്ധം ചെയ്യുമ്പോഴും ആരോഗ്യ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പാടില്ല എന്ന് കർശനമായ വ്യവസ്ഥ ജനീവ കൺവെൻഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ എന്താണ്? അത് പരിഗണിക്കുന്നില്ല ഇസ്രയേലിന് ആരെയും കൊല്ലാം. എന്നിട്ടിനോ എന്തെങ്കിലും അന്വേഷണമുണ്ടോ, എന്തെങ്കിലും നടപടിയുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മളൊരു സിസ്റ്റം എന്ന് നമ്മളെ രക്ഷിച്ചു കളയും. നമുക്ക് നീതിക്ക് വേണ്ടി ഒരു അഭയകേന്ദ്രം ഉണ്ടെന്ന് വിചാരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഞാൻ കുറച്ച് കടത്തിപ്പരാണ്, കടുത്ത നിരാശയാണ്. അവരെവിടെ പോവും? ഫലസ്തീനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഇത് കാണുകയാണ്. കഴിഞ്ഞ 3/4 നൂറ്റാണ്ടായിട്ട് ആ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ച മാത്രമാണിത്. ഒന്നുകിൽ നിശബ്ദമായോ വല്ലപ്പോഴുമായി നമ്മൾ തെളിഞ്ഞും കാണുന്ന അങ്ങേയറ്റത്തെ വംശഹത്യയുടെ ഒരു ഏറ്റവും ഭയാനകമായ ഒരു തുടർച്ചയാണിത്.
ലോകം അവരെ ഒരു കാലത്തും സഹായിച്ചിട്ടില്ല. അവരെ നശിപ്പിക്കാനാണ് ലോകം കൂടെ നിന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ലോകത്തിന് വേറെ നിവൃത്തിയില്ല. കാരണം ലോകം മുഴുവനുള്ള ചെറുപ്പക്കാരും പുതിയ ആൾക്കാരും ഒക്കെ ഇത് കാണുകയും അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ രാഷ്ട്രങ്ങൾക്കും ലീഡർഷിപ്പിനും നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ പൊസിഷൻ എടുക്കുകയാണ്. അതർവൈസ് എന്താ സംഭവിക്കുക? ഫലസ്തീനെ സംബന്ധിച്ച് കൂടെ അവരേ ഉള്ളൂ. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇത് നിർത്തിക്കാൻ കഴിയാത്ത ലോകം എന്ന് പറഞ്ഞാൽ നീതിയുടെ ലോകമല്ല. അപ്പോൾ എന്താണ്? അവർക്ക് വേണ്ടി സംസാരിക്കാൻ അവരേ ഉള്ളൂ, അവർക്ക് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ, അവർക്ക് വേണ്ടി പ്രതിരോധിക്കാൻ, അവർക്ക് വേണ്ടി ആയുധമെടുക്കാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഫലസ്തീനിലെ പ്രതിരോധ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന സംഗതി ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നത്? അവരുടെ പോരാട്ടം, അവരുടെ കയ്യിലിരിക്കുന്ന കല്ലും വടിയും എടുത്തുള്ള ആക്രമണം, അവരുടെ കയ്യിൽ കിട്ടുന്ന ഒരു തോക്കെടുത്തുള്ള ഒരു വെടിവെപ്പ് എന്തുകൊണ്ട് നീതീകരിക്കപ്പെടുന്നു? സ്വരാജ് പറഞ്ഞല്ലേ, ആ നീതീകരിക്കപ്പെടുന്നതിൻ്റെ കാരണമാണ് നമ്മൾ ഈ കാണുന്നത്. എന്ന് വെച്ചാൽ ലോകം ഒരു നരമേധത്തിലും ഒരു ആക്രമണത്തിലും അവരെ സഹായിക്കാൻ പോകുന്നില്ല. അവിടുത്തെ കുഞ്ഞുങ്ങൾ വെന്തുരുകി വൈറ്റ് ഫോസ്ഫറസ് ബോംബിനകത്ത് ഉരുകി വീഴുന്നത് ലോകം കണ്ടു നിൽക്കും. അതിനും ലോകം ഒരു ന്യായീകരണം ചമയ്ക്കും. ഇങ്ങനെ ആക്രമിക്കാൻ ഇസ്രായേൽ ന്യായീകരണമുണ്ട്. ഇസ്രായേൽ ഇത് ചെയ്യരുത്, IOC പറയും ഇത് ചെയ്യരുത്, അറബ് ലീഗ് പറയും ഇതൊന്നും ചെയ്യാൻ പാടില്ല, ബാക്കി എല്ലാവരുടെയും ഇത് നടക്കും. അപ്പോൾ ഇത് ആത്യന്തികമായി ഫലസ്തീൻ എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ പ്രതിരോധം, അവരുടെ സ്വാതന്ത്ര്യമോഹം, അതിനുവേണ്ടിയുള്ള പോരാട്ടം അവരുടേത് മാത്രമാണ്. ലോകം അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞ ലീഡർഷിപ്പിനെ കുറിച്ച് കേട്ടോ, മറിച്ച് ലോകത്ത് മുഴുവൻ ജനങ്ങൾ, യൂണിവേഴ്സിറ്റികളിലൊക്കെയുള്ള ജനങ്ങൾ വലിയ തോതിൽ അവരെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ദുരിതം അവരൊറ്റയ്ക്ക് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ പോരാട്ടത്തിൽ ഒരർത്ഥത്തിൽ അവരൊറ്റയ്ക്കാണ്. അതുകൊണ്ട് അവരുടെ ഏത് കൈൻഡ് ഓഫ് റെസിസ്റ്റൻസും അല്ലെങ്കിൽ നിവൃത്തിയിട്ടുള്ള ഏത് പ്രത്യാക്രമണവും എന്തുകൊണ്ട് നീതീകരിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിനുള്ള ആൻസറാണ് നമ്മൾ റഫേ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, നൂറ്റാണ്ടുകളായി അവർ അനുഭവിക്കുന്ന മനുഷ്യവിരുദ്ധത ലോകത്തിന് മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണു തുറന്ന ലോകം ഇനിയും അത് കാണട്ടെ.